1903 റൈറ്റ് സഹോദരന്മാർ കൺട്രോൾഡ് പവർ ഫ്ലൈറ്റ് വിജയകരമായി നടത്തിയതോടെ ഏവിയേഷൻ്റെ പുതിയ കാലഘട്ടം ആരംഭിച്ചു. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും അപ്പോഴും വിമാനം എന്ന ആശയം പരീക്ഷണ ഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് ആകാശത്ത് പറക്കുന്ന യന്ത്രങ്ങളോട് ആ കാലത്ത് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് അവർ ബലൂണുകളും ഒബ്സർവേഷൻ കൈറ്റുകളും ഉപയോഗിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് അമേരിക്കയിൽ ജനിച്ച സാമുവൽ ഫ്രാങ്ക്ലിൻ കോഡി ബ്രിട്ടനിൽ എത്തുന്നത്. കോഡി ആദ്യം മനുഷ്യരെ ഉയർത്താൻ കഴിയുന്ന വലിയ കൈറ്റ്സ് വികസിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സമീപം മാറി. ഒരു ദിവസം മനുഷ്യന് സ്വന്തം ശക്തിയിൽ ആകാശത്തേക്ക് പറക്കാൻ കഴിയണം. അങ്ങനെ അദ്ദേഹം ഒരു പവേർഡ് എയ്റോപ്ലെയിൻ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1907 മുതൽ കോഡി തൻ്റെ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന ജോലിയിൽ മുഴുകി. അന്ന് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഡിസൈനുകളോ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സുകളോ ഒന്നുമില്ല. വിമാനത്തിൻ്റെ ഓരോ ഭാഗവും പരീക്ഷിച്ചും മാറ്റിയും വീണ്ടും നിർമ്മിച്ചുമാണ് മുന്നോട്ട് പോയത്. ചിറകുകളുടെ വലിപ്പം, എൻജിൻ, റേഡിയേറ്റർ, കൺട്രോൾ സിസ്റ്റം, ലാൻഡിംഗ് ഗിയർ എല്ലാം പരീക്ഷണത്തിലൂടെയാണ് കണ്ടെത്തേണ്ട കാലം. അദ്ദേഹം നിർമ്മിച്ച എയർക്രാഫ്റ്റിന് പേര് നൽകി ബ്രിട്ടീഷ് ആർമി എയ്റോപ്ലെയിൻ നമ്പർ 1. ഇത് ഒരു വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയിരുന്നില്ല. ഇന്നത്തെ വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലളിതമായ ഒരു ബൈപ്ലെയിൻ ആയിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു: മനുഷ്യനെ പവേർഡ് ഫ്ലൈറ്റിലേക്ക് എത്തിക്കുക. 1908 ഒക്ടോബർ 16. സ്ഥലം ലാഫാൻസ് പ്ലെയിൻ, ഫ്രാൻബ്രോ, ഇംഗ്ലണ്ട്. സാമുവൽ കോഡി എയർക്രാഫ്റ്റിൽ കയറി. ആ ദിവസത്തെ ഫ്ലൈറ്റ് വളരെ ദൈർഘ്യമേറിയതായിരുന്നില്ല. ഏകദേശം 1390 ഫീറ്റ്, അതായത് ഏകദേശം 424 മീറ്റേഴ്സ് ദൂരമാണ് അദ്ദേഹം പറന്നത്. വിമാനം ഏകദേശം 25 മുതൽ 30 മൈൽസ് പെർ ഹവർ വരെ വേഗത്തിൽ സഞ്ചരിച്ചു. ഫ്ലൈറ്റ് ഏകദേശം 27 സെക്കൻഡ്സ് മാത്രം നീണ്ടുനിന്നു. പക്ഷേ ആ 27 സെക്കൻഡ്സ് ചരിത്രം മാറ്റാൻ മതിയായിരുന്നു. റോയൽ എയർക്രാഫ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഏവിയേഷൻ ചരിത്രത്തിലെ മറ്റു രേഖകളും ഈ പറക്കലിനെ ബ്രിട്ടീഷിലെ ആദ്യത്തെ ഒഫീഷ്യൽ റെക്കഗ്നൈസ്ഡ് പവേർഡ് ഫ്ലൈറ്റായി രേഖപ്പെടുത്തി. ആ നീക്കത്തിൽ ബ്രിട്ടീഷിൻ്റെ ആകാശത്ത് ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചു. പക്ഷേ ചരിത്രം മറ്റൊരു സംഭവത്തിന് സാക്ഷിയായി. ഫ്ലൈറ്റ് അവസാനിക്കുന്നതിനിടെ കോഡി വിമാനം തിരിക്കാൻ ശ്രമിച്ചു. വിമാനം വളരെ താഴെ ഉയരത്തിലായിരുന്നു. ടേൺ വളരെ വേഗത്തിലെടുക്കാൻ ശ്രമിച്ചതോടെ എയർക്രാഫ്റ്റിൻ്റെ വിങ് ടിപ്പ് നിലത്തോ സമീപത്തുള്ള മരത്തിലോ തട്ടി. അടുത്ത നിമിഷം വിമാനം തകർന്നു വീണു. വിമാനത്തിന് വലിയ നാശനഷ്ടമുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാമുവൽ കോഡി ജീവനോടെ രക്ഷപ്പെട്ടു. റാഫ് മ്യൂസിയം പറയുന്നത് ഏകദേശം 1400 ഫീറ്റ് പറന്നതിന് ശേഷമാണ് എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുന്നതെന്ന്. നാഷണൽ ട്രാൻസ്പോർട്ട് ട്രസ്റ്റിൻ്റെ രേഖ, ടേൺ എടുക്കുന്നതിന് ഇടത് ചിറകിൻ്റെ അറ്റം നിലത്ത് തട്ടിയാണ് അപകടത്തിന് കാരണമായതെന്ന്. കോഡിക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല. ഇന്ന് കേൾക്കുമ്പോൾ 424 മീറ്റർ മാത്രം പറന്നതും ഉടൻ ക്രാഷ് ചെയ്തതും ചെറിയൊരു സംഭവം പോലെ തോന്നാം. പക്ഷേ 1908 അത് അങ്ങനെയല്ലായിരുന്നു. വിമാനം എന്ന സാങ്കേതിക വിദ്യ തന്നെ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ഒരു എയർക്രാഫ്റ്റ് എങ്ങനെ ബാലൻസ് ചെയ്യണം, എങ്ങനെ ടേൺ അറൗണ്ട് ചെയ്യണം, എങ്ങനെ ഉയരത്തിൽ പറക്കണം, എങ്ങനെ വേഗത്തിൽ ലാൻഡിംഗ് നടത്തണം, എങ്ങനെ ടേൺ ചെയ്യണം, ഇവയൊന്നും ഇന്നത്തെ പോലെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഫ്ലൈറ്റും ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഓരോ അപകടവും ഏവിയേഷൻ ഒരു പുതിയ പാഠമായി മാറി. അപകടത്തോടെ കോഡി തൻ്റെ ശ്രമം അവസാനിപ്പിച്ചില്ല. എയർക്രാഫ്റ്റ് പിന്നീട് റിപ്പയർ ചെയ്തു. അതിൽ നിരവധി മോഡിഫിക്കേഷൻ വരുത്തി. വിങ് സ്ട്രക്ചർ മാറ്റി, കൺട്രോൾ സിസ്റ്റം മെച്ചപ്പെടുത്തി, വിമാനത്തിൻ്റെ ഡിസൈൻ വീണ്ടും വികസിപ്പിച്ചു. പിന്നീട് കോഡി കൂടുതൽ ദൂരം പറക്കുകയും എൻഡ്യൂറൻസ് റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. 1909 അദ്ദേഹം ബ്രിട്ടീഷ് ഏവിയേഷനിൽ വീണ്ടും ശ്രദ്ധേയമായ ഫ്ലൈറ്റ്സ് നടത്തി. അതായത് ആദ്യ ഫ്ലൈറ്റ് അപകടത്തിൽ അവസാനിച്ചെങ്കിലും കോഡിയുടെ ഏവിയേഷൻ സമീപനം അവിടെ അവസാനിപ്പിച്ചില്ല. ഈ സംഭവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1908 സെപ്റ്റംബർ 17 ഒലിവർ വൈറ്റ് പറത്തിയ വൈറ്റ് ഫയർ ഫോർട്ട് മയർ ക്രാഷ് ചെയ്യുകയും ലഫ്റ്റനൻറ്റ് തോമസ് സെൽഫ്രിഡ് മരിക്കുകയും ചെയ്തു. അത് പവേർഡ് എയ്റോപ്ലെയിൻ ക്രാഷിലുള്ള ആദ്യ മരണമായി സ്മിത്സോണിയൻ ലൈബ്രറി ഓഫ് കോൺഗ്രസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ രേഖപ്പെടുത്തി. അതതിന് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് 1908 ഒക്ടോബർ 17 സാമുവൽ കോഡിയുടെ എയർക്രാഫ്റ്റ് കോഡി ക്രാഷ് ചെയ്തു. പക്ഷേ ഇത്തവണ പൈലറ്റ് രക്ഷപ്പെട്ടു. അതിനാൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഈ ആദ്യകാല അപകടങ്ങൾ നമ്മളോട് ഒരു പ്രധാന കാര്യം പറയുന്നു. വിമാനം പറക്കാൻ പഠിച്ച മനുഷ്യർക്ക് വിമാനം സുരക്ഷിതമായി പറത്താനും പഠിക്കേണ്ടി വന്നു. ഓരോ അപകടവും ഏവിയേഷൻ സേഫ്റ്റിയുടെ വളർച്ചയായി ഒരു പാഠമായി മാറി. 1908 ഒക്ടോബർ 16 സാമുവൽ ഫ്രാങ്ക്ലിൻ കോഡി വെറും 27 സെക്കൻഡ്സ് മാത്രം ആകാശത്തുണ്ടായിരുന്നിരിക്കും. പക്ഷേ ആ 27 സെക്കൻഡ്സ് ബ്രിട്ടൻ്റെ ഏവിയേഷൻ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. വിമാനം പറന്നു, ചരിത്രം സൃഷ്ടിച്ചു, പിന്നെ തകർന്നു വീണു. പക്ഷേ ആ തകർച്ചയിൽ നിന്നൊരു പുതിയ പാഠം ആരംഭിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന സുരക്ഷിതമായ വിമാനയാത്രയിൽ പിന്നിൽ ഇത്തരത്തിലുള്ള 100 കണക്കിന് പരീക്ഷണങ്ങളും വിജയങ്ങളും പരാജയങ്ങളും അപകടങ്ങളുമുണ്ട്.
ഇതായിരുന്നു വിമാനാപകടങ്ങളുടെ ചരിത്രത്തിലെ എപ്പിസോഡ് 2. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പഴയ വിമാനാപകടത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ കഥയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.